കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് യുണൈറ്റഡും ബ്രെൻഫോർഡും തമ്മിൽ എംബിയുമോയ്ക്ക് വേണ്ടി നടന്നിരുന്ന ആ ഒരു വടംവലി അങ്ങനെ സക്സസ്ഫുള്ളി അവസാനിച്ചിരിക്കുകയാണ്. അവസാനം എംബിയുമോ യുണൈറ്റഡിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. 65 മില്യൺ പൗണ്ട്സിൻ്റെ ഫിക്സഡ് ഫീ പ്ലസ് 6 മില്യൺ ആഡ് ഓൺസ്, അങ്ങനെ ടോട്ടൽ 71 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു ഓവറോൾ പാക്കേജിലാണ് എംബിയുമോ യുണൈറ്റഡിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡീല് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ റൈവൽ ഫാൻസ് ആയിരിക്കണം സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും യുണൈറ്റഡ് ഓവർ ദ ടോപ്പാണ് പേ ചെയ്തിരിക്കുന്നത്, ഇത്രയും പേയ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് റൈവൽ ഫാൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി യുണൈറ്റഡ് ഫാൻസ് വരുന്നുണ്ട്. അപ്പോൾ യുണൈറ്റഡ് ഫാൻസ് നിരത്തുന്ന വാദങ്ങൾ എന്ന് പറയുന്നത് ഈ സീസണിൽ ഇതുവരെ നടന്നിരിക്കുന്ന പല സൈനിങ്സും വെച്ചുകൊണ്ടാണ്, സൈനിങ്സും അവരുടെ സ്റ്റാറ്റ്സും അതുപോലെ തന്നെ എംബിയുമോയുടെ സ്റ്റാറ്റ്സും ഒക്കെ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് അവർ ഈ ഒരു സൈനിങ് 71 മില്യൺ പൗണ്ട്സിൻ്റെ ഈ ഒരു സൈനിങ് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി യുണൈറ്റഡ് ഫാൻസ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ ഈ ഒരു ഫീയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ശരിക്കും നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സമ്മതിക്കണം. പക്ഷേ ബ്രെൻഫോർഡ് ആണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് അവരാണെങ്കിലും കുറച്ചൊരു വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. ബ്രെൻഫോർഡ് ഇനീഷ്യലി 65 മില്യൺ ചോദിച്ചു, പക്ഷേ ബാക്കി നടന്ന ട്രാൻസ്ഫറുകളെല്ലാം നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി 20 ഗോള് 8 അസിസ്റ്റ് ഒക്കെ നേടിയിരിക്കുന്ന എൻ്റെ പ്ലെയറിന് ഇത്രയും കിട്ടിയാൽ പോരാ, 70 മില്യൺ പൗണ്ട്സ് വേണമെന്ന് പറഞ്ഞാൽ അവർ ഒറ്റക്കാലം നിൽക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ യുണൈറ്റഡിൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല, കാരണം ഫാൻസ് ഫ്രസ്ട്രേറ്റഡ് ആകുന്നു, ഓണേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് എങ്ങനെയും ഡീല് നടത്തിയേ പറ്റത്തുള്ളൂ. അവസാനം രണ്ടുപേരും ഒരു കോംപ്രമൈസിൽ എത്തണമല്ലോ. അപ്പം ബ്രെൻഫോർഡിൻ്റെ കാശ് കിട്ടുന്നു. യുണൈറ്റഡിനെ സംബന്ധിച്ച് യുണൈറ്റഡിന് ഈ ഒരു ഡീലിൽ ബ്രെൻഫോർഡ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന അപ്പ് ഫ്രണ്ട് കൂടുതൽ കാശ് കിട്ടണമെന്നാണ് ബ്രെൻഫോർഡ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കുറച്ചൊരു അയവ് ബ്രെൻഫോർഡ് വരുത്തി. അങ്ങനെ 65 മില്യൺ പൗണ്ട്സ് എന്ന് പറയുന്ന ആ ഒരു ഫിക്സഡ് ഫീയെ 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന കാര്യത്തിൽ ബ്രെൻഫോർഡും സമ്മതിച്ചു. അപ്പോൾ രണ്ടുപേർക്കും കുറച്ചൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. പക്ഷേ യുണൈറ്റഡ് കുറച്ചൊരു പ്രോപ്പർ പ്ലാനിങ്ങോടെ ശരിക്കും ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയെ അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും കാശ് പേ ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. ശരിക്കും എന്നെ സംബന്ധിച്ച് കുണിയുടെ ഡീൽ ശരിക്കും രണ്ടാമത് നടത്തിയാൽ മതിയായിരുന്നു. കുണിയുടെ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഫീ ആണ്, റിലീസ് ക്ലോസ് നമ്മൾ പോകുന്നു ട്രിഗർ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് കൂടുതൽ നെഗോസിയേഷൻ്റെ ഒന്നും കാര്യം, ആ ഒരു ടാക്ടിക്സിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മുടെ ടാർഗറ്റ് ആയിരുന്ന എംബിയുമോയുടെ ഡീലിന് വേണ്ടി നമ്മൾ ആദ്യം പോയിട്ട് ആ ഒരു ഡീൽ ഫിനിഷ് ഓഫ് ചെയ്യണമായിരുന്നു. എനിക്ക് തോന്നി ഇതിന് മുന്നേ ഏറ്റവും ആദ്യത്തെ ഡീൽ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യത്തെ 10 ദിവസം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് നമ്മൾ ഈ ഒരു ഡീൽ ഫിനിഷ് ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ എന്നെ സംബന്ധിച്ചൊരു 60+5 എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഡീൽ ക്ലോസ് ചെയ്യാൻ പറ്റിയാണ്. മിനിമം ഒരു 60+5 എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ഡീൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റിയാണ്. അത് നമ്മുടെ നെഗോഷിയേറ്റിംഗ് ടീം അല്ലെങ്കിൽ ഈ ഒരു പ്ലാനിങ് ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന ടീമിൻ്റെ ഒരു വലിയൊരു ബ്ലണ്ടറായിട്ടാണ് എനിക്ക് ആ ഒരു കാര്യം തോന്നിയത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചൊരു സംഭവം ചെയ്യാമായിരുന്നു. അപ്പോൾ ഈ ഒരു നെഗോസിയേഷൻ ടാക്ടിക്സിൽ രണ്ടുപേരുടെ ഭാഗത്തിൽ ഇപ്പോൾ ഈ 71 മില്യൻ്റെ ഈ ഒരു ഡീലിൽ രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ആ ഒരു എന്നാ പറയുന്നത് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡീല് മുന്നോട്ട് പോയിരിക്കുന്നത്. ശരിക്കും എംബിയുമോ എന്ന് പറയുന്ന പ്ലെയർ നമ്മുടെ ടീമിൽ വരുമ്പോഴത്തേനും നമുക്ക് എല്ലാവർക്കും അറിയാം, എംബിയുമോ എന്ന് പറയുന്ന പ്ലെയറിനെ കൂടുതലും നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് മുഹമ്മദ് സലാ എന്ന് പറയുന്ന ലിവർപൂളിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിൽ കളിക്കുന്ന ആ ഒരു ഫോർവേഡുമായിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഫോർവേഡുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റ്സ് നോക്കിയാലും എംബിയുമോയുടെ സ്റ്റാറ്റ്സും അതുപോലെ തന്നെ സലായുടെ സ്റ്റാറ്റ്സ് നോക്കിയാൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പല ആസ്പെക്റ്റിലും സല എംബിയുമോയെക്കാളും ബെറ്ററാണ്, കുറേ കൂടെ പ്രൂവൺ ആണ്, അല്ലെങ്കിൽ കുറേ കൂടെ കംപ്ലീറ്റ് പ്ലെയർ ആണ്. കാരണം എംബിയുമോ ഇതുവരെയായിട്ടും പുള്ളിയുടെ ആ ഒരു പ്രൈം എത്തിയിട്ടില്ല. 25-26 ആകുമ്പോഴാണ് ശരിക്കും പ്രൈം തുടങ്ങുന്ന ഒരു പ്ലെയറുണ്ട്. 25-26 ആയതുകൊണ്ട് പ്രൈമിലോട്ട് കടക്കാൻ പോകുന്നേ ഉള്ളൂ എംബിയുമോ. ഭാവിയിൽ ഈ ഒരു പ്ലെയർ ആ ഒരു ലെവലിൽ എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും കാശ് മുടക്കി ഈ ഒരു പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ നമ്മൾ സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു വൈഡ് ടാർഗറ്റ് മാൻ ലിവർപൂൾ സല യൂസ് ചെയ്യുന്ന പോലെ ഒരു വൈഡ് ടാർഗറ്റ് മാനായിട്ട് തന്നെയായിരിക്കും നമ്മൾ എംബിയുമോ കൂടുതലും യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓപ്പോസിഷൻ്റെ പ്രസ്സിനെ ബീറ്റ് ചെയ്ത് ലോങ് ബോൾസ് കൊടുക്കുമ്പോൾ പുള്ളിക്ക് അത് ഹോൾഡ് ചെയ്യാൻ പറ്റും. പുള്ളിക്ക് ആ ഒരു അപ്പർ ബോഡി സ്ട്രെങ്ത് വെച്ചുകൊണ്ട് പുള്ളിയെ പ്രസ് ചെയ്യുന്ന ഡിഫൻഡറിനെ പിൻ ഡൗൺ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു കഴിവുണ്ട്. അതുപോലെ തന്നെ സ്പേസസിലോട്ട് പുള്ളിയുടെ മുന്നിലോട്ട് അല്ലെങ്കിൽ ഓപ്പോസിഷൻ്റെ ഡിഫൻസിൻ്റെ ബാക്കിലോട്ട് ബോൾ ഫീഡ് ചെയ്യുമ്പോഴത്തേനും ഓപ്പോസിഷൻ്റെ ആ ഒരു ഡിഫൻസിന് അഗൻസ്റ്റ് ആയിട്ട് റൺസ് മേക്ക് ചെയ്ത് പോയി ബോൾ കളക്ട് ചെയ്ത് അറ്റാക്ക് നടത്താനുള്ള കഴിവുണ്ട്. ക്രോസിംഗ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രിസൈസ് ആയിട്ട് ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസസുകൾ ഇനിയും വരും. അത് റൈറ്റ് സൈഡിൽ നിന്ന് ആ ഒരു ഫാർ പോസ്റ്റിലോട്ടുള്ള ക്രോസസ് വരും. അവിടെ ടാർഗറ്റ് ചെയ്യാൻ ആൾക്കാർ നിന്നാൽ മതി, മര്യാദയ്ക്ക് ടാർഗറ്റ് ചെയ്യാനും. അതുപോലെ തന്നെ ആ ഒരു എന്നാ പറയുന്നത് ഏരിയയിൽ എബിലിറ്റിയുള്ള പ്ലേയേഴ്സ് കൂടുതൽ വന്നു, അല്ലെങ്കിൽ കുണിയാ ഉണക്കത്തെ പ്ലേയേഴ്സ്. പിന്നെ നമ്മൾ എക്സ്ട്രാ സ്ട്രൈക്കറിനെ നമ്മൾ സൈൻ ചെയ്യുമ്പോഴും കുറേ കൂടെ ഏരിയലി സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രൈക്കറിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഗോൾ ത്രെട്ടായി അല്ലെങ്കിൽ അങ്ങനത്തെ അസിസ്റ്റുകൾ കൊടുക്കാനും കഴിവുള്ള ഒരു പ്ലെയറാണ് ഈ ഒരു എംബിയുമോ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ. പിന്നെ നമ്മൾ ശരിക്കും ഈ ഒരു അറ്റാക്കിംഗ് ആസ്പെക്റ്റ് മാറിയിട്ട് നമ്മൾ ഡിഫെൻസീവ്ലി നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇപ്പോൾ എല്ലാ ടീമിനെ സംബന്ധിച്ചും അവരുടെ
ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ ഓഫ് പ്രസ്സിംഗ് എന്ന് പറയുന്നത് അറ്റാക്കേഴ്സാണ്. അപ്പോൾ നമ്മുടെ ഓപ്പോസിഷൻ നമുക്കെതിരെ ബോൾ പൊസിഷനുമായിട്ട് പയ്യെ ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അറ്റാക്കേഴ്സാണ് അവരെ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലും ഭയങ്കര എഫക്റ്റീവാണ് എംബിമോ ഓടിച്ചെന്ന് അഗ്രസീവായിട്ട് പ്രസ് ചെയ്ത് ടാക്കിൾസ് ഒന്നും മേക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എന്നാ പറയുന്നത് ഒരു ഫോർവേഡ് അല്ല. പക്ഷേ പുള്ളി കുറച്ചുകൂടെ ഇൻ്റലിജൻ്റ് ആയിട്ടാണ് പുള്ളി ആ ഒരു പ്രസ്സിങ്ങും കാര്യങ്ങൾ നടത്തുന്നത്. ഓടിപ്പോയിട്ട് പയ്യെ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് ഓടിപ്പോയി ചെന്ന് ടാക്കിൾ നടത്താതെ പയ്യെ പുള്ളി ആ ഒരു റൺസൊക്കെ നടത്തും ടുവേർഡ്സ് ആ ഒരു പൊസിഷനിലുള്ള ഒരു ബോൾ പൊസിഷനുമായിട്ട് നിൽക്കുന്ന ആ ഒരു പ്ലെയറിൻ്റെ അഗൈൻസ്റ്റ് ആയിട്ട് റൺസ് നടത്തും. അതേസമയം പുള്ളി ഏറ്റവും അടുത്തുള്ള ആ ഒരു പാസിംഗ് ഓപ്ഷൻസിനെ ഷാഡോ പ്രസ് ചെയ്തുകൊണ്ടായിരിക്കും പുള്ളി ആ ഒരു റൺസ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റൺസ് മേക്ക് ചെയ്യുമ്പോഴത്തേനും പൊസിഷനിലുള്ള ആ ഒരു പ്ലെയറിന് ഒരു കൺഫ്യൂസ്ഡ് ആകും പുള്ളി. അപ്പോൾ അങ്ങനെ പലപ്പോഴും പുള്ളി എന്നാ പറയുന്നത് ഇൻ്റർസെപ്ഷൻ നടത്തുന്നതൊക്കെ പലപ്പോഴും നമുക്ക് പല ഗെയിംസിലും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ ഇൻ്റലിജൻ്റ് ആയിട്ട് പ്രസ് ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു 3-4 സീസണിൻ്റെ റെക്കോർഡ്സ് പ്രീമിയർ ലീഗിലെ പുള്ളിയുടെ റെക്കോർഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ ആ ഒരു പൊസഷൻ 1 ഇൻ ദ ഫൈനൽ തേർഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് സീസണിൽ പുള്ളി പൊസിഷൻ ജയിച്ചിരിക്കുന്നത് 32 തവണയാണ് പുള്ളി ആ ഒരു ഫൈനൽ തേർഡിൽ പൊസിഷൻ വിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പുള്ളിയുടെ പ്രസ്സിങ് എന്തുമാത്രം എഫക്റ്റീവ് ആണെന്ന് കാണിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പുറകിലത്തൊക്കെ സീസൺ നോക്കിയോ 2021-22 സീസണിൽ 28 പ്രാവശ്യമാണ് പുള്ളി ഫൈനൽ തേർഡിൽ പൊസിഷൻ വിൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് 22-23 23 പ്രാവശ്യം, 23-24 19 തവണ. ലാസ്റ്റ് സീസൺ നോക്കിയാൽ 32 തവണയാണ് പുള്ളി ആ ഒരു നമ്മുടെ ഫൈനൽ തേർഡിൽ പൊസിഷൻ വിൻ ചെയ്ത് പോയി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഡിഫെൻസീവ്ലി ഭയങ്കരമായിട്ട് നമ്മളെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയർ തന്നെയാണ് എംബിമോ. പിന്നെ നമ്മൾ പ്ലെയറിൻ്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ 36.46 km/h ആ ഒരു സ്പീഡ് ക്ലോക്ക് ചെയ്യാനായിട്ട് ശരിക്കും എംബിമോയ്ക്ക് പറ്റിയിട്ടുണ്ട്. അത് ശരിക്കും പ്രീമിയർ ലീഗിലെ റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് സ്പീഡിൻ്റെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ 4ാമത്തെ ടോപ്പ് സ്പീഡ് ക്ലോക്ക് ചെയ്യാൻ എംബിമോയ്ക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര ക്വിക്കറായിട്ടുള്ള പ്ലെയറാണ്. പിന്നെ നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിൽ പുള്ളിക്ക് 3ാം സ്ഥാനമാണ് പുള്ളിക്കുള്ളത്. അപ്പോൾ ആ ഒരു അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന മനുഷ്യൻ, ഇത്രയും ക്യുക്കറായിട്ടുള്ള മനുഷ്യൻ, അതുപോലെ ഗോൾ സ്കോറിങ് ഫൈനൽ തേർഡിലുള്ള ആ ഒരു ഗോൾ പോച്ചിങ് എബിലിറ്റി അല്ലെങ്കിൽ ഫിനിഷിങ് എബിലിറ്റി, ഇത്രയും പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്ലെയറിനെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. ശരിക്കും ഇപ്പം സോഫാ സ്കോറിൻ്റെ കഴിഞ്ഞ സീസണിൻ്റെ ഒരു ആവറേജ് റേറ്റിംഗ് ഒക്കെ നോക്കിയാൽ ആദ്യത്തെ അഞ്ചിൽ 3 എണ്ണവും യുണൈറ്റഡിൻ്റെ പ്ലെയേഴ്സാണ്. നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ്, മത്തയാസ് കുണിയ, അതുപോലെ തന്നെ എംബിമോ. അങ്ങനെ 3 പ്ലെയേഴ്സാണ് ആ ഒരു ആവറേജ് റേറ്റിംഗിൽ ടോപ്പ് 5 ആവറേജ് റേറ്റിംഗിൽ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ശരിക്കും അടുത്ത സീസണിൽ നമുക്ക് ആ ഒരു ടീമായിട്ട് കളക്റ്റീവ്ലി പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്ക് ഉള്ളൂ. അപ്പോൾ ഈ ഒരു എംബിമോയുടെ ഡീൽ ഫിനിഷ് ഓഫ് ആയപ്പോൾ മുതൽ നമ്മുടെ അടുത്ത ഇൻകമിങ്സിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഫബ്രീസോ റൊമാനോ പറയുന്നത് ഇനിയും ഇൻകമിങ്സ് ഉണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഫണ്ട്സിൻ്റെ കാര്യം ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മത്തയാസ് കുണിയയുടെ കാര്യത്തിൽ ആ ഒരു 62.5 മില്യൺ പൗണ്ട്സിൻ്റെ ആ ഒരു ഫീ ശരിക്കും നമ്മൾ 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സീസണിൽ നമ്മൾ 20.5 ആ ഒരു റേഞ്ചിലുള്ള ഒരു ഫീ ആണ് നമ്മൾ ഈ ഒരു സീസണിൽ നമുക്ക് വോൾസിനെ പേ ചെയ്തിരിക്കുന്നത് മത്തയാസ് കുണിയയുടെ ഡീലിൽ. അപ്പോൾ നമ്മൾ എംബിമോയുടെ ഡീൽ നോക്കിയാൽ 4 ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അപ്പം 65 മില്യൺ പൗണ്ട്സ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ഒരു 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഏകദേശം ഒരു 16.25 മില്യൺ പൗണ്ട്സോളം നമ്മൾ ഈ ഒരു സീസണിൽ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടലി ഏകദേശം 37-38 മില്യൺ പൗണ്ട്സ് ആണ് നമ്മൾ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ ഇതുവരെ പൊട്ടിച്ചിട്ടുള്ളത്. നമ്മുടെ ഓവറോൾ ബഡ്ജറ്റ് 120 ആണെന്ന് പറയുന്നു. അപ്പം ഇനിയും 83-84 മില്യൺ പൗണ്ട്സ് ആ ഒരു കണക്ക് പ്രകാരമാണെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ ഉണ്ട്. അപ്പം നമ്മൾ ശരിക്കും നമ്മുടെ ഇൻകമിങ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കിനി ഒരു മിഡ്ഫീൽഡർ സ്ട്രൈക്കർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും മിഡ്ഫീൽഡറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ നമ്പർ 8 ആയിട്ട് നമ്മൾ ഈ ഒരു സീസണിൽ എംബിമോയും കുണിയയും രണ്ട് നമ്പർ 10s ആയിട്ട് വന്ന സ്ഥിതിക്ക് നമ്മൾ നമ്പർ 8 ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ബ്രൂണോ ഫെർണാണ്ടസിനെ ആയിരിക്കും. അപ്പം ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന പ്ലെയർ എന്താണെങ്കിലും ഫൈനൽ തേർഡിൽ നമ്മൾ പൊസിഷൻ വെച്ച് നേരെ അറ്റാക്ക് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ പുള്ളി മുന്നോട്ട് പുഷ് ചെയ്യും. എന്താണല്ലോ ആ ഒരു തേർഡ് മാൻ റൺസിനും പൊസിഷൻ ഹോൾഡ് ചെയ്യാനും തേർഡ് മാൻ റൺസിനും ഒക്കെ വേണ്ടി പുള്ളി മുന്നോട്ട് അറ്റാക്കിൽ പുഷ് ചെയ്യും. ആ കാര്യം പുള്ളിയുടെ ട്രേറ്റ് അതാണ്. പുള്ളി ഗോൾ സ്കോററാണ്. പുള്ളി ആ രീതിയിൽ നമ്മൾ ഫൈനൽ തേർഡിൽ മുന്നോട്ട് പുഷ് ചെയ്യണം. പക്ഷേ കൂട്ടത്തിൽ നിൽക്കുന്ന മിഡ്ഫീൽഡർ ആരാണ്? ഒന്നിൽ കസമീറോ അല്ലെങ്കിൽ ഉഗാർത്ത. ഈ 2 പ്ലെയേഴ്സും ഒരു സിംഗിൾ പിവറ്റായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയർ അല്ല. അപ്പോൾ അത്രയും സ്പേസസ് കവർ ചെയ്യാൻ പുള്ളിക്ക് അറിയത്തില്ല. ഔട്ട് ഓഫ് പൊസിഷൻ ആ ഒരു ഓപ്പോസിഷൻ ട്രാൻസിഷനിൽ നമ്മളെ ഹിറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ബാക്കി അത്രയും പ്ലെയേഴ്സ് മുന്നോട്ട് പുഷ് ചെയ്ത് പോയിരിക്കുക. അപ്പോൾ നമുക്ക് ഓപ്പോസിഷൻ മുന്നോട്ട് ഹിറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ അത്രയും സ്പേസ് കവർ ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു പ്രൊഫൈലിലുള്ള മിഡ്ഫീൽഡർ നമുക്കില്ല. ഉഗാർത്ത ആണെങ്കിലും കസമീറോ ആണെങ്കിലും അങ്ങനത്തെ ഒരു സിംഗിൾ പിവറ്റ് കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് അല്ല. അപ്പോൾ അങ്ങനത്തെ കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ബലേബ, എഡേഴ്സൺ ഒക്കെ പോകണത്തെ പ്ലേയേഴ്സ്. പക്ഷേ അവർക്കൊക്കെ മുട്ടിഞ്ഞ കാശുമാണ്.
അപ്പം ചീപ്പറായിട്ടുള്ള ഓപ്ഷൻ പോളിഞ്ഞ ഉണക്കത്തെ ഓപ്ഷനൊക്കെ പോവുമോ അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡർ നമുക്ക് ഏതായാലും ടാക്റ്റിക്കലി നമ്മുടെ ഒരു സ്ക്വാഡിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡർ വേണം. അതുപോലെ തന്നെ സ്ട്രൈക്കർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ട്രൈക്കർ എന്ന് പറയുന്നത് നമുക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഹോലൻഡിനെ വെച്ചുകൊണ്ട് അടുത്ത സീസൺ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പ്രൂവൺ ഗോൾ സ്കോറർ വേണം. എന്നെ സംബന്ധിച്ച് ഇപ്പം കൂടുതലായിട്ടും സോഷ്യൽ മീഡിയയിൽ ആരുടെ പേരാണ്, ബെഞ്ചമിൻ സെസ്കോയുടെ പേരാണ് വരുന്നത്. ബെഞ്ചമിൻ സെസ്കോയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല 10-80 മില്യൺ പൗണ്ട്സോളം പുള്ളിക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ വേജസും കാര്യങ്ങളും അതെല്ലാം കൂടെ അങ്ങനത്തെ ഒരു ഡീലിന് വേണ്ടി യുണൈറ്റഡ് പോകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. പിന്നെ എങ്ങാറാണ് ഹോലൻഡിൻ്റെ കൂട്ടത്തിൽ അങ്ങനത്തെ ഒരു സ്ട്രൈക്കറും കൂടെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് കുറച്ച് റിസ്ക് ആണ്. കുറേ കൂടെ പ്രൂവൺ ആയിട്ടുള്ള വാട്കിൻസോ അല്ലെങ്കിൽ മറ്റേറ്റ ക്രിസ്റ്റൽ പാലസിൻ്റെ മറ്റേറ്റ അങ്ങനത്തെ കളിക്കാർക്ക് വേണ്ടി പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. എനിക്ക് തോന്നുന്നു ഈ 2 സ്ട്രൈക്കേഴ്സാണ് കൂടുതലും യുണൈറ്റഡിന് ടാർഗറ്റ് ആകാൻ വേണ്ടി പോകുന്നത്. കുറേ കൂടെ പ്രീമിയർ ലീഗ് കുറച്ചുകൂടെ പ്രൂവൺ ആയിട്ടുള്ള സ്ട്രൈക്കറിന് വേണ്ടി തന്നെയായിരിക്കും യുണൈറ്റഡ് പോകാൻ വേണ്ടി പോകുന്നതെന്നാണ് എനിക്ക് കുറേ കൂടെ സേഫറായിട്ട് കളിക്കാൻ വേണ്ടി യുണൈറ്റഡ് ശ്രമിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ നമ്മൾ ഗോൾ കീപ്പറിൻ്റെ കാര്യം നോക്കിയാൽ എമി മാർട്ടിനസിൻ്റെ കുറേ ലിങ്ക്സ് എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട്. ഫബ്രീസിയോ റൊമാനോയും പറയുന്നുണ്ട്. നേരത്തെ ഇപ്പം നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയ സമയത്തൊക്കെ ആ ഒരു ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ശരിക്കും ഒനാനയ്ക്ക് ഇഞ്ചുറിയും കൂടെ പറ്റി ഒനാന ഇനിയും തിരിച്ചു വരാൻ വേണ്ടി പോകുന്നത് പ്രീമിയർ ലീഗ് തുടങ്ങി കഴിഞ്ഞാൽ പുള്ളിക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും ഒരു ഗ്യാപ്പ് അപ്പം ഇഞ്ചുവേർഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിന് വേണ്ടി അല്ലെങ്കിൽ തന്നെ ഒനാനയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു ഡിമാൻഡും കാര്യങ്ങളും ആരും കാണിക്കുന്നില്ലായിരുന്നു. പിന്നെ ഇഞ്ചുറിയും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഒനാനെ വിൽക്കുക എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇമ്പോസിബിൾ ആണ്. എനിക്ക് തോന്നുന്നില്ല ഒനാനെ വിൽക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഒനാനെ വിൽക്കാത്ത സ്ഥിതിക്ക് ഒരിക്കലും നമുക്ക് എമി മാർട്ടിനസിന് വേണ്ടി പോകാൻ വേണ്ടി പറ്റത്തില്ല. കൂടുതലൊരു സെൻസിബിളായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കുറേയും കൂടെ ഒരു യങ്ങർ പ്രോസ്പെക്റ്റ് ഒനാനയ്ക്ക് ഒരു അണ്ടർ സ്റ്റഡി ആയിട്ട് കളിച്ചുകൊണ്ട് ഒനാനെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള ഒരു യങ്ങർ ഗോൾ കീപ്പറിനെ കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും യുണൈറ്റഡ് കൂടുതലും ശ്രമിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം കുറച്ച് ലിങ്ക്സുകൾ വരുന്നുണ്ട്. അത്ര ക്രെഡിബിളായിട്ടുള്ള സോഴ്സ് ആണോ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. ബെൻ ജേക്കബ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആണ്ടർവെർപ്പ്, ബെൽജിയം ലീഗിൽ കളിക്കുന്ന ആണ്ടർവെർപ്പ് എന്ന് പറയുന്ന ക്ലബിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ സെനെ ലാമൻസ് എന്ന് പറയുന്ന 23 വയസ്സുള്ള ഗോൾ കീപ്പറിനെ നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. 17 മില്യൺ പൗണ്ട്സ് ആണ് അവരുടെ ആസ്കിങ് പ്രൈസ്. അപ്പോൾ ഈ ഒരു ഗോൾ കീപ്പറിൻ്റെ ഒരു ഡേറ്റ നമ്മളാരും ഈ ഒരു ഗോൾ കീപ്പർ പെർഫോം ചെയ്യുന്ന കണ്ടില്ല. അപ്പോൾ ആ ഒരു ഗോൾ കീപ്പറിൻ്റെ ഡേറ്റാസൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേനും ശരിക്കും പുള്ളിയുടെ സ്ട്രോങ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോപ്പിങ്, പെനാൽറ്റി സേവിങ്, അങ്ങനത്തെ കാര്യങ്ങളാണ് പുള്ളിയുടെ സ്ട്രോങ് പോയിൻറ്റ്സ്. വീക്കർ പോയിന്റ് എന്ന് പറയുന്നത് വിത്ത് ദ ബോൾ ഭയങ്കര വീക്കറായിട്ടുള്ള പൊസഷൻ, ഇൻ പൊസഷൻ വീക്കറാണ് പുള്ളി ലോങ് ബോൾസ് കൊടുക്കുന്ന കാര്യത്തിൽ. അതായത് പൊതുവേ വിത്ത് ദ ബോൾ പുള്ളി കുറച്ച് വീക്കറാണെന്നാണ് എനിക്ക് ആ ഒരു സ്റ്റാറ്റ്സ് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ഈ പുള്ളിക്ക് 41 മത്സരങ്ങളിൽ 10 ക്ലീൻ ഷീറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളി കഴിഞ്ഞ സീസൺ ഓൾമോസ്റ്റ് പകുതി വരെ ബെൽജിയൻ ലീഗിലെ നമ്പർ 1 ഗോൾ കീപ്പർ ആയിരുന്നു. പക്ഷേ ടുവേർഡ്സ് ദ എൻഡ് കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ വരുത്തി. അതുകൊണ്ട് പുള്ളിക്ക് ആ ഒരു ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡൊന്നും ജയിക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോമിസിങ് ഗോൾ കീപ്പേഴ്സിൽ ഒരാളാണ് ഈ ഒരു മനുഷ്യൻ. അപ്പം എനിക്കറിയത്തില്ല, എന്നെ സംബന്ധിച്ച് കുറച്ചുകൂടെ ബോൾ പ്ലേയിങ് എബിലിറ്റി ഉള്ള ഒരു ഗോൾ കീപ്പർ വരുന്നതാണ് എന്നെ സംബന്ധിച്ച് നല്ലത്. അമോറിം നമ്മുടെ സ്കൗട്ടിംഗ് ടീമൊക്കെ കൺവിൻസ്ഡ് ആണെങ്കിൽ കൊണ്ടുവരട്ടെ. ഒനാനയ്ക്ക് ഏതായാലും ഒനാനെ ചലഞ്ച് ചെയ്യുന്ന ക്വാളിറ്റി ഉള്ള ഒരു ഗോൾ കീപ്പർ കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കും യുണൈറ്റഡ് കൂടുതലും ഈ ഒരു കുറച്ചുകൂടെ ചീപ്പറായിട്ടുള്ള ഓപ്ഷൻ, ആ ഒരു ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു യങ്ങർ ഓപ്ഷന് വേണ്ടി യുണൈറ്റഡ് ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എമി മാർട്ടിനസ് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പിന്നെ ഔട്ട് ഗോയിങ്സിൻ്റെ കാര്യത്തിൽ നല്ല സോഴ്സിൽ നിന്നൊന്നും റിപ്പോർട്ട്സ് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി എനിക്ക് വലിയ താല്പര്യമില്ലാത്തത്. അപ്പം ഔട്ട് ഗോയിങ്സ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് കൂടുതൽ പ്ലെയേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇവന്മാർ മരിച്ചു കിടന്ന് വർക്ക് ചെയ്യണം. ഈ രീതിയിലൊന്നും വർക്ക് ചെയ്താൽ ഇപ്പോൾ അറ്റ് എ ടൈം 1-2 ഡീൽസൊക്കെ അറ്റ് എ ടൈം നടത്തേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പം പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്നു. ബാക്കിയുള്ള ടീമുകളെല്ലാം യുണൈറ്റഡിനെ കുറച്ച് ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് സെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ, യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സിൻ്റെ ഔട്ട് ഗോയിങ്സിൻ്റെ കാര്യത്തിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ആ ഒരു വെയിറ്റിംഗ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയുടെ ടുവേർഡ്സ് എൻഡ് കുറച്ച് ബിഡ്സും കാര്യങ്ങളൊക്കെ വരും. വളരെ ചെറിയ ബിഡൊക്കെ നടത്തി യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമം പല ക്ലബ്ബുകളും നടത്തും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ആ ഒരു വെയിറ്റിംഗ് ഗെയിമാണ് യുണൈറ്റഡ് എന്ന് പറയുന്ന ആ ഒരു യുണൈറ്റഡ് മാക്സിമം ഫ്രസ്ട്രേറ്റഡ് ആകട്ടെ. അപ്പോൾ അങ്ങനെ തുച്ഛമായ വിലയ്ക്ക് യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സിനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് എല്ലാവരും യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സിൽ താല്പര്യമുള്ള എല്ലാവരും വെയിറ്റ് ചെയ്ത് ആ ഒരു വെയിറ്റിംഗ് ഗെയിമിംഗ് കളിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചെന്നം കമൻസ് ആയിട്ട് ഇടുക.